സർവതന്ത്ര സ്വരൂപായ സർവതന്ത്ര സ്വരൂപിണി സർവാശായ സമസ്തായ. വിളക്ക് വെച്ച് കച്ചമുറുക്കി ഭൂമിവന്ദനം നടത്തി അവർ 4 പേരും ചുവടുറപ്പിച്ചു. Pull back, then I allow me to pull back. Then, but my twisting of the. Yes. How do you feel now? Can you stand? Can you stand? 4 പേരും റഷ്യക്കാരാണ്. കൊല്ലം പാൽക്കുളങ്ങര സ്വദേശി പ്രകാശൻ ഗുരുക്കളുടെ ശിഷ്യർ. സ്വയരക്ഷയിൽ തുടങ്ങി അടിയും തടയും എന്തിന് ചൂണ്ടാണി മർമ്മത്തിലൂടെ എതിരാളിയെ കീഴടക്കുന്നത് വരെ അനുഭവിച്ചറിഞ്ഞു. പ്രകാശൻ ഗുരുക്കളുടെ കളരിമുറകളെക്കുറിച്ചറിഞ്ഞ് 6 വർഷങ്ങൾക്ക് മുമ്പ് റഷ്യൻ ആയോധന കലകളിലെ അഗ്രഗണ്യനായ ഈഗോണെത്തി കളരി പഠിച്ചു. സ്വന്തം നാട്ടിലെത്തി താൻ പഠിച്ച കളരിമുറകൾ നാട്ടുകാർക്ക് പകർന്നു നൽകി. കളരിയിൽ ആകൃഷ്ടരായ സുഹൃത്തുക്കളുമായി വീണ്ടും പ്രകാശൻ ഗുരുക്കളുടെ മുന്നിലേക്കെത്തി. കഴുത്തിന് പിടിച്ച് ഞെക്കിയാണ്. അപ്പോൾ ഉടനെ ആ പൊസിഷൻ അവിടെ നിന്ന് മാറുക എന്നുള്ളതും മറ്റൊരു മർമ്മം പ്രയോഗിക്കുക എന്നുള്ളതുമാണ് പ്രധാനം. മർമ്മശാസ്ത്രവും അതുപോലെ മർമ്മ ട്രീറ്റ്മെൻറ്റ് മർമാശ്രമത്തിൽ വെച്ചും അതുപോലെ ഈ ടെക്നിക്കുകൾ സെൽഫ് ഡിഫെൻസ് ഈ എളുപ്പമുള്ള ടെക്നിക്കുകളും കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിദേശികളെയാണോ നാട്ടുകാരെയാണോ പഠിപ്പിക്കാൻ എളുപ്പമെന്ന് ചോദിച്ചാൽ ആശാന്റെ മറുപടി ഇങ്ങനെ: വിദേശീയരെ പഠിപ്പിക്കാനാണ് എളുപ്പം. ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കണമെന്നുള്ള കാര്യം അവരുടെ ഉള്ളിലുള്ള ഓരോ വിഷയത്തിലുള്ള താല്പര്യം പോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ല. സ്വന്തം നാട്ടിലെ ആയോധന കലകളും ഇവർ അവതരിപ്പിച്ചു. To conduct our health and to be healthy and to have a good connection with the Indian friends, with the teacher, with the master who. ഈഗോൺ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ ആയോധനകലയുടെ പ്രൊഫസറാണ്. താൻ പഠിച്ച അറിവുകൾക്കൊപ്പം കളരിയും മർമ്മവിദ്യയും യോഗയുമൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്തംഭന മന്ത്രം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അത് റിലീസ് ചെയ്യാതെ അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റിയില്ല. റിലീസ് ചെയ്യും. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായർ നമുക്കിപ്പോൾ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, വിദേശ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതാണ് കൂടുതൽ എളുപ്പമെന്ന്, അല്ലേ? കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടും നമുക്കത് പഠിക്കാനോ അല്ലെ അത് പ്രചരിപ്പിക്കാനോ വേണ്ടത്ര ഒരു ശുഷ്കാന്തി നമ്മുടെ സമൂഹം കാണിക്കുന്നില്ല. പക്ഷേ ഈ വരുന്നവർ അത്രയേറെ ഇഷ്ടപ്പെട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവർ കൂടുതൽ ആത്മാർത്ഥമായി അത് പഠിക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ ഇങ്ങനെ വിദേശ ആളുകൾ തന്നെയാണോ അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമ്പത്തിലേക്ക് വരുന്നത്? കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇത് വിപുലീകരിക്കാനുള്ള കാര്യങ്ങൾ കൂടി എങ്ങനെയാണ്? അദ്ദേഹത്തിന് കൂടുതൽ ശിഷ്യന്മാരും സ്വദേശികളൊക്കെ തന്നെയാണ്. പക്ഷേ സ്വദേശികൾ പഠിക്കുന്ന ഒരു കാര്യം, സ്വദേശി ഒരു 6 മാസം കൊണ്ട് പഠിക്കുന്ന കാര്യം ചിലപ്പോൾ വിദേശിയായിട്ടുള്ള ഒരു വ്യക്തി 1 മാസം കൊണ്ട് പഠിച്ചു തീർക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം അവർക്ക് ആ പഠിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. കാര്യം അവർക്ക് അത്രയും ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവരുടെ നാട്ടിൽ നിന്ന് വിമാനത്തിൽ കയറി ഇവിടെ നമ്മുടെ സ്വന്തം നാട്ടിലെത്തി കേരളത്തിലെത്തി ഇത് പഠിക്കാനൊക്കെയുള്ള ഒരു ത്വര കാണിക്കുന്നത്. പക്ഷേ മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ചെറിയ മടിയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇന്ന് ഞാനവിടെ പോയപ്പോൾ കണ്ടത്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ചൂണ്ടാണി മറം കൊണ്ട് ഒരാളെ നിർത്തുക എന്ന് പറയും. വിരൽ ചൂണ്ടി ആ ഒരു റഷ്യക്കാരനായിട്ടുള്ള ആ മനുഷ്യനെ അതെ അത് ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. കാര്യം ഇതിന് ശേഷം ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമാണ്. ആ അറിവ് ഇന്ന് നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇങ്ങനെയൊക്കെയുള്ള അറിവുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. ഇപ്പോൾ ഞാനായാലും ദിവിഷായാലും ഇപ്പം ഇന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി കാണുകയെങ്കിലും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കഴിവുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി അത് പഠിപ്പിക്കുക അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനൊക്കെ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ഇത് കുറേ കാലമായി നമ്മുടെ നാട്ടിലെ കഥകളിയും കളരിയും ഒക്കെ തന്നെ വിദേശികൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ പലകുറി വന്നിട്ടുമുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ചൂണ്ടാണി മർമ്മം അങ്ങനെയുള്ള മർമ്മവിദ്യകളൊക്കെ തന്നെ പഠിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി അവരുടെ രാജ്യങ്ങളിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നു. ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാര്യം ആ മനുഷ്യൻ വർഷങ്ങളായി 60 വർഷത്തിലധികമായി ഈ കളരി മേഖലയിലും അതുപോലെ തന്നെ ഈ മറ്റ് എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചെടുത്ത് പോകുന്നു പറയല്ലേ. ഇത് നമ്മുടെ നാട്ടിൽ ഇത് ഇന്ത്യ അവിടെ കേരളം എന്ന നാട്ടിലുള്ള ഒരു രീതിയാണ്, അവിടുത്തെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള രീതിയാണ് എന്നൊക്കെ അവിടെ പറയുമല്ലോ. അത് നമുക്ക് ആ രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ കൂടി ഇതൊക്കെല്ലാം പഠിക്കേണ്ടത് കൂടി ആവശ്യമാണ്. ശരി കണ്ണ.